ഒക്കെ എടുത്തുക്കണ ആ നടന്നുകൂടുന്ന അങ്ങോട്ട് ഇവിടൊക്കെ ഇതൊക്കെ എടുക്കണേ ഈ അടയാളങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ ഉമ്മമാൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അടി കിട്ടിയതാ. എത്തിന് അടി കിട്ടിയതാ എനിക്കറിയോ? കളിച്ചാൻ പോയിട്ട് സ്കൂളിൽ നിന്നാണ് കളിച്ചാൻ പോയിട്ട് അടി കിട്ടിയതാണ് ഇതൊക്കെ. ഞങ്ങൾ സ്കൂളിൽ വരാൻ കാത്തു കേൾക്കാറ് ഓരോരോ പണി തരാൻ. ഒന്നെങ്കിൽ റേഷൻ പീടിയിൽ പോകണ്ടാവും, അല്ലെങ്കിൽ പീടിയിൽ പോകണ്ടാവും, അതും അല്ലെങ്കിൽ ആടിന് പുല്ലരിയാൻ പോകണ്ടാവും. ഒരു 100 കൂട്ട പണിക്കാരം. എന്നാലും വേണം അതിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ സമയം ഉണ്ടാക്കിയാണ് കളിച്ചാൻ പോകും. അതേപോലെ ഞങ്ങൾക്ക് എന്തൊക്കെ പോകാണ്ട്, തോട്ട് ചാടാൻ പോകാണ്ട്, കുളത്ത് ചാടാൻ പോകാണ്ട്, കളിച്ചാൻ പോകാണ്ട്, പാടത്ത് മീൻ പിടിച്ചാൻ പോകാണ്ട്, എന്തൊക്കെ പണി ഗൈസ്. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കുട്ടികളെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കളിക്കാൻ പോകാൻ ഒരവസരം പോലും വീട്ടിൽ നിന്ന് തന്നില്ല. കളിച്ചാൻ പോയാൽ വീട്ടിൽ നിന്ന് തല്ലേന്. ഇപ്പോൾ ഈ ചങ്ങായിനെ ഞാൻ കളിച്ചാൻ കൊണ്ടുപോവാണ്. അതും ഫീ കൊടുത്തിക്കാണ്ട്. ഞാനൊക്കെ ചെറുതായിരുന്നു ഈ പെര നിൽക്കുന്ന സ്ഥലത്ത് ഗ്രൗണ്ടേന്, അതേപോലെ ഈ പെര നിൽക്കുന്ന സ്ഥലത്ത് ഗ്രൗണ്ടേന്, അതേപോലെ എല്ലാ വീടിൻ്റെ അടുത്തും ഗ്രൗണ്ടുകളുണ്ടേന്. ഇന്നിപ്പോൾ എവിടെയും ഗ്രൗണ്ട് ഇല്ല, എല്ലായിടത്തും പെരായി. നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ പെര വെച്ച് കിടന്നോളി, പിന്നെ കുട്ടികൾക്ക് കളിച്ചാൻ ഗ്രൗണ്ട് ഉണ്ടാവുമോ? ഇപ്പോൾ പൈസ കൊടുത്ത് കുട്ടികളെ കളിക്കാൻ പറഞ്ഞേക്കേണ്ട അവസ്ഥ വന്ന്. എന്താലേ വല്ലാത്ത ജാതി. ഇന്നലെ പൂളായിരുന്നു. ലാൻസ്റ്ററിലായതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ പൂളുണ്ട്. ചാടി കളിച്ച് എൻജോയ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വല്ല ഈ കോച്ചിങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരം മരുവിൻ്റെ നേരത്ത് കളിയും കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ നെരിയാണി മുതൽ ചന്തി വരെ ഉമ്മാൻ്റെ അടുത്ത് തല്ലിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ 2000-3000 അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കുട്ടികളെ കോച്ചിങ്ങിന് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അതിന് വേണ്ടി കാവൽ വെക്കുന്നു. വല്ലാത്ത ജാതി അല്ലേ ഓരോരോ അവസ്ഥകൾ. നമ്മളൊക്കെ കൾച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇനി ഇവരൊക്കെ കുട്ടികളെ കാലത്ത് എന്താവോ എന്തോ, പടച്ചോ കാക്കട്ടെ, അല്ല അപ്പം എന്താ പറയുക. പക്ഷെ നമ്മൾ 90 വസന്തങ്ങൾക്ക് എല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളതും ഇവരതും ഇനി ഇവരെ മക്കൾ എങ്ങനെ ആവുമോ എന്നുള്ളതും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും കാലഘട്ടങ്ങൾ. വല്ലാത്ത ജാതി അല്ലേ.